അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലേക്ക് കുറേ ഉമ്മാമാരും സഹോദരന്മാർ അങ്ങനെ കുറേ പേര് അവരുടെ ആവശ്യങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് സാധിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റ ഇരുപ്പിലിരുന്ന് ചൊല്ലി തീർക്കാൻ പറ്റിയ അങ്ങനെ നമ്മൾ ചൊല്ലി തീർക്കുകയാണെങ്കിൽ അന്ന് തന്നെ നമുക്ക് ഉത്തരം ലഭിക്കുന്നതായിരിക്കും. കാരണം ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരി, എൻ്റെ അടുത്ത ഒരു കൂട്ടുകാരി അവളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അതെന്താണെന്ന് വെച്ചാൽ അവളുടെ ഭർത്താവ് 3 മക്കള് ചെറുതിലേ വിവാഹം കഴിച്ച കുട്ടിയാണ് അവൾ. 18 വയസ്സാകുന്നതിന് മുന്നേ വിവാഹം കഴിഞ്ഞതാണ്. 3 പെൺകുട്ടികളാണ് അവൾക്കുള്ളത്. ഭർത്താവിന് ഗൾഫിൽ എന്തോ ബിസിനസ്സാണ്. അങ്ങനെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം അവിടെ ഗൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അത് അന്നേരമാണ് അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടായി, ഇങ്ങ് നാട്ടിലേക്ക് വരുവാണെന്നും പറഞ്ഞ് ഇവളെ വിളിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിലും വലിയ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു കുടുംബമാണ് ഇവർ. ഇവളുടെ വീട്ടിലാണെങ്കിൽ ഇവർ 4 പെൺമക്കളാണ്, ഇവൾക്ക് 3 പെൺകുട്ടികളുമാണുള്ളത്. അതുകൊണ്ട് നല്ല എല്ലാ തരത്തിലുള്ള ലോണുകളും ഇവൾ എടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഇവള് ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും നോക്കൂ അവിടെ നിൽക്കാൻ, കാരണം എന്തോ വലിയ പ്രശ്നങ്ങൾ അവിടുത്തെ MD-യുമായിട്ട് എന്തോ വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചു. അദ്ദേഹം പറഞ്ഞു നീ പോക്കോ എന്നും പറഞ്ഞ് ഇവളുടെ ഭർത്താവിനെ അവിടുത്തെ MD ഗൾഫിൽ നിന്ന് കയറ്റി വിടുകയാണ് നാട്ടിലേക്ക്. പക്ഷേ ഭർത്താവ് കുറെ ദേഷിച്ചു, അങ്ങനെ വലിയ പ്രശ്നങ്ങളായി. പക്ഷേ ഈ ഭർത്താവാണെങ്കിൽ ഇവളുടെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവള് പറഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കാൻ നോക്കൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും നടക്കുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ അവളെ വിളിക്കുന്നത്. വിളിച്ചിട്ട് ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത രീതിയിൽ അവൾ ചൊല്ലി. ഇൻഷാ അല്ലാ അന്ന് തന്നെ അവൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടി. അവളുടെ ഭർത്താവിനെ ജോലിയിൽ എടുക്കുകയും ചെയ്തു. സൂറത്തുൽ ഇഖ്ലാസ് ഞാൻ പറഞ്ഞു നിന്നെ കൊണ്ട് എപ്പോഴൊക്കെ പറ്റുന്നു ഇഖ്ലാസ് ഓതാൻ, അന്നേരം എല്ലാം ഇഖ്ലാസ് ഓതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവൾ നമസ്കരിച്ചതിന് ശേഷം നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് തന്നെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ തുടങ്ങി. മക്കൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും അതുമൊക്കെ കൊടുത്തതിന് ശേഷം അവൾ നിസ്കാരപ്പായിൽ ഇരുന്ന് കൊണ്ട് അവളെ എല്ലാവരുടെ അടുത്തും വിളിച്ചു പറഞ്ഞു. അവളുടെ ഭർത്താവിൻ്റെ അടുത്തും പറഞ്ഞു, എന്നെ നിങ്ങൾ ശല്യം ചെയ്യില്ല, ഞാൻ അള്ളാഹുവിൻ്റെ അടുത്ത് വേണ്ടി നിങ്ങൾ ഇങ്ങനെ പറയുകയാണ്. നമ്മുടെ ആഗ്രഹം അല്ലാതെ വേറെ ആർക്കും സാധിപ്പിച്ചു തരാൻ കഴിയില്ല. അല്ല, കാരണം ഇവരുടെ ഭർത്താവിൻ്റെ ജോലിയും കൂടി പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നുമില്ല. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ ഒത്തിരി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. സൂറത്തുൽ ഇഖ്ലാസ് ഓരോ 100 പ്രാവശ്യം കഴിയും തോറും ദുആ ചെയ്തു. ഇൻഷാ അല്ലാ അന്ന് തന്നെ അവളുടെ ഭർത്താവ് വിളിക്കുന്നു. എനിക്ക് കമ്പനിയിലേക്ക് വീണ്ടും അവരെന്നെ തിരിച്ചു വിളിച്ചു. ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കാൻ എന്നെ അവർ പറഞ്ഞു. ഞാൻ തിരിച്ചു വരാനുള്ള ടിക്കറ്റൊക്കെ എടുത്തിരുന്നു. ടിക്കറ്റൊക്കെ അവർ തന്നെ അത് ക്യാൻസൽ ആക്കിപ്പിച്ചു. തിരിച്ചെന്നെ കമ്പനിയിലേക്ക് വിളിച്ചു. നാളെ രാവിലെ മുതൽ വരാനും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് വലിയ നിസ്കാരമൊന്നും ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു അവൾ. ഞാനിത് പറഞ്ഞു കൊടുത്തപ്പോൾ അവൾ പറഞ്ഞതു, ഇനി എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് അവൾ നിസ്കാരം മുടക്കില്ല എന്ന്. അന്ന് അവളൊരു വാക്ക് പറഞ്ഞതാണ്, ഞാൻ ഇനി മനഃപൂർവ്വം ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നമസ്കാരം മുടക്കില്ല, അള്ളാഹുവിനെ കൈവിടുകയില്ല എന്ന് അവൾ പറഞ്ഞു. ഇപ്പോൾ അവളുടെ ഭർത്താവിന് ജോലിയുണ്ട്. അവൾക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ജോലിയിൽ കയറിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. അൽഹംദുലില്ലാ അവരുടെ ജീവിതം നല്ല നല്ല ഹൈറായിട്ട് പോകുന്നു. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു കൊടുത്തതുപോലെ സൂറത്തുൽ ഇഖ്ലാസ്, പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് മാത്രമല്ല അവൾ യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മും കൂടി ചൊല്ലിയിരുന്നു. ഇത് രണ്ടും അവളുടെ ജീവിതത്തിൽ വലിയ ബർക്കത്താണ് ഉണ്ടായിരുന്നത്. എല്ലാ നമസ്കാരത്തിന് ശേഷവും അവൾ ഇത് ഓതിയിരുന്നു. 8 ദിവസം കൊണ്ടാണ് അവളുടെ ദുആയ്ക്ക് ഉത്തരം കിട്ടിയത്. കാരണം അത്രയ്ക്ക് ആത്മാർത്ഥതയോട് കൂടി. പിന്നെ ഹൈറായിട്ടുള്ളതാണ് എങ്കിൽ അള്ളാഹു നമുക്ക് ഉറപ്പായിട്ട് തന്നിരിക്കുന്നത്. ഇൻഷാ അല്ലാ നമ്മളെല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. നമുക്ക് ഹൈറായിട്ടുള്ളതാണെങ്കിൽ അള്ളാഹു നമ്മളിലേക്ക് പെട്ടെന്നാണ് കണ്ണ് തുറക്കുന്നത്. നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കും തോറും അള്ളാഹു നമ്മളിലേക്കും അടുക്കും. നമ്മൾ അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. ഇൻഷാ അല്ലാ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അള്ളാഹു സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് നൽകി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.